അപ്പു അപ്പു പോലെ അപ്പു, നീ എന്തൊക്കെയാ ഉറക്കത്തിൽ പറയണേ? സ്വപ്നം കൊണ്ട് പേടിച്ചോ? ഉറയ്ക്കോ. കിടക്കുമ്പോ നാമം ജപിക്കണമെന്ന് ഞാൻ പറയാറില്ലേ? ഞാൻ അടുത്ത് കിടക്കുന്നില്ലേ? പേടിക്കണ്ട, ഉറങ്ങിക്കോ. നാരായണ 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 നാരായണ. ധൃതിപ്പെടാതെ, നിനക്ക് തരാതിരിക്കുമോ ഞാൻ? എത്ര കരക്കും? ചവിട്ടും കുത്തൊന്നും ഇല്ല അല്ലേ? എന്താ നിനക്ക് അറിയണ്ടേ? അല്ല, പശുവിനെ വിൽക്കണമെന്ന് കേട്ടു. നമുക്ക് കോളുണ്ട്. വിൽക്കുന്നില്ല. കേട്ടതാ. ഇല്ലയാന്ന് മലയാളത്തിലല്ലടാ നിന്നോട് പറഞ്ഞത്. കാശും മടിയിലിട്ട് കണ്ടതൊക്കെ വാങ്ങാൻ ഇറങ്ങിയതാവും. പ്രമാണി കച്ചവടക്കാരാകുമ്പോ എന്തിനൊന്ന് വില പറഞ്ഞു നോക്കുന്ന ആരാണിയമ്മേ? നിങ്ങൾക്കതിന് ദേഷ്യം പിടിക്കണ്ട. നമ്മുടെ കയ്യിലുള്ളതും നയിച്ച പൈസ തന്നെയാണ്. ആ, ഈ കശുമാവ് കൊടുക്കൂ. നിന്റെ തന്തല്ലേ ഇവിടുത്തെ വടക്കേപ്പുറത്ത് വന്ന് നിന്നിട്ടേ ഉള്ളൂ. നിനക്കറിയോ? അങ്ങനെ പഴയ കഥ പറയുകയാണെങ്കിൽ കുറച്ചേറെ പറയേണ്ടി വരും. വിൽക്കാൻ വെച്ച ഒക്കെ നമ്മൾ വാങ്ങും. അയലക്കാരുടെ കാശ് മാറ്റിയാലും ചില്ലറ ഒപ്പം തന്നെയാണ് കിട്ടുക. കൊടുക്കുമ്പോ നമ്മളെയും കൂടി നരിക്കണം. തമ്പുരാട്ടിമാര്. എത്രയുണ്ടടി? നീ ശരിക്കും മുട്ടി കറക്കാഞ്ഞിട്ടാ. ഞാൻ കറക്കുമ്പോ ഇത് കൂടുതൽ കിട്ടാറുണ്ടല്ലോ. ഒരു തുള്ളി കുട്ടിക്കും ബാക്കി വെക്കണ്ടേ അമ്മേ? അമ്മ എന്തിനാ അവനോടൊക്കെ വെക്കാണത്തിന് നിക്കണേ? ആണും തണയെല്ലാം വെച്ചിട്ട് കണ്ടാനൊക്കെ കയറി നിരങ്ങാന്നായിരിക്കും വിചാരം. നേരെ ഉച്ചയല്ലോടാ ചക്ക. ഇപ്പഴാ എനിക്ക് വരാൻ കണ്ടേ ആ ശ്രീകരം. കുറ്റ ശ്രീ ഭഗവതി ഈ വീട്ടിൽ കാല് കുത്താത്ത കുരുത്തം കെട്ടവന്. എവിടെ നോക്കിട്ടാണ് നടക്കണേ? നിന്നെ ഇനി ഞാൻ നോക്കി. ഇതിന്റെ തല കണ്ടേ പിന്നെ അധോഗതി അല്ലാണ്ട് എന്താ ഉണ്ടായത് ഈ പൊരുത്തറയില്? അമ്മ അതിനെ പ്രാഗി പ്രാഗി കൊല്ലണ്ട.
വരണ്ട് കേട്ടാ. കറവ മോശാ. നീ ഇവിടെ വരാറുള്ള കുഞ്ഞുനാരെ കാണാറുണ്ടോ? ഇന്നാളൊരു ദിവസം കണ്ടേ. നീ കാണുമ്പോ പറയേ ഒന്ന് അടിയന്തരായിട്ട് ഇങ്ങോട്ട് വരാൻ. ആവശ്യമുള്ളപ്പോ ഒരുത്തനെയും കാണില്ല. ഇല്ലെങ്കിൽ ഈ തിണ്ണമേന്ന് പോയ നേരം ഉണ്ടാവില്ല. വേഗം തോർത്ത് വേണ്ടോ എക്കലാവണോ? നിൽക്കുന്നുണ്ടോ നീ? നിന്നെ കൊണ്ട് തോറ്റു ഞാൻ. മാതിയടി കൊഞ്ചിച്ചേ. കഞ്ഞി വേണമെങ്കിൽ വന്ന് നക്കി കുടിച്ചോളാൻ പറ ചെക്കനോട്. ഉണങ്ങിയ 10 ചുള്ളി പറമ്പിന്ന് വാരിയെടുക്കാൻ നേരെ ഇല്ലല്ലോ അവിടെ ആർക്കും. അതിന് ഞാൻ തന്നെ വേണം. മതി ചന്ത നോക്കിയത്. പൗഡറില്ലോ പോലെ തീർന്നു. നമുക്ക് വാങ്ങിക്കാം. പോയി കഞ്ഞി കുടിച്ചോ. വല്യമ്മ ചീത്ത പറയാൻ തുടങ്ങിയപ്പോ. അടുക്കളയിലേക്ക് ചെല്ലേ. ചെക്ക, നിന്റെ പുന്നാരൊന്നും എന്റെ അടുത്തുണ്ട് കേട്ടോ. മോന്തയ്ക്ക് കയ്യിലും കണ്ണുണ്ടെന്ന് തന്നാലുണ്ടല്ലോ. വേഗം കുടിക്കപ്പോ. സ്കൂളിലേക്ക് പോണ്ടേ? അപ്പോ നിന്റെ പുസ്തകം അവിടെ കളഞ്ഞു? പോലെ കാണാണ്ടിരിക്കാൻ ഞാൻ ഒളിപ്പിച്ച് വെച്ചതാ. ശങ്കരൻകുട്ടി പോയിട്ടുണ്ടാവോ? ഞാൻ ഓടട്ടെ? ഓടൊന്നും വേണ്ട, പതുക്കെ പോയാ മതി. കണ്ണും സൈക്കിളൊക്കെ വരുമ്പോ മാറിപ്പോണം. 4 മണിക്ക് സ്കൂളിൽ വിട്ട കണ്ട പറങ്ങാവി തോട്ടത്തിലൊന്നും തെണ്ടി നടക്കാതെ വേഗം വരണം. പ്രമേള ഇരിക്കൂ. ഞാനും വായിക്കൂ. മിന്നൽ മിന്നി ഉറക്കെ. കുന്ന് വന്നു നിന്നു അണ്ണാൻ വന്നു കമ്മൽ തന്നു അമ്മ വന്നു ഉമ്മ തന്നു വള്ളി പൂത്തു. എന്തൊരു ശല്യായി ഇവന്മാരെ കൊണ്ട്. ഇരിക്കൂട്ടി, അവന്മാരെന്ന് പോയി തൊലഞ്ഞോട്ടെ. അപ്പൂ, ഈ മാഷ് പോവാത്രേ. പിന്നെ വരുന്നത് ടീച്ചറാ. എന്താ നിന്റെ ഒരു നാറ്റം? നാറ്റല്ലടാ, മണം. അസൽ സെന്റിന്റെ മണം. 100 ജാതി സെന്റ് ഉണ്ടടാ എന്റെ ഓപ്പോളിന്റെ അൽമാരിയിൽ. താ നോക്ക്, മുല്ലപ്പൂവിന്റെ മണം. തിരുമ്പിയാലും അലക്കിയാലും പോവാത്ത സെന്റ് ഉണ്ടടാ എന്റെ ഓപ്പോളിന്റെ അൽമാരിയിൽ. അതെടുക്കില്ല. സൈലൻസ്. ഞാൻ പോവാട്ടോ. അരുന്നലിക്ക് കൊണ്ടുവരണേ. വേഗം വാപ്പു. തിരുമ്മിയാലും അലക്കിയാലും പോവാത്ത സെന്റ് ഉണ്ടാവോ ജാനു? ആരാ പറഞ്ഞേ? ശങ്കരൻകുട്ടി. ഒരു തുള്ളി കുപ്പായത്തിൽ കുറഞ്ഞാ മതി. അവന്റെ ഓപ്പോളുടെ കയ്യിൽ 100 ജാതി സെന്റ് ഉണ്ടത്രേ. അവന്റെ കുളൂസ്. ആകെ 7 ജാതി സെന്റേ ഉള്ളു ഭൂമിയില്. പേർഷ്യയില് എന്റെ അച്ഛൻ കണ്ടതല്ലേ. 10ാം ക്ലാസ് കഴിഞ്ഞാ ഞാനും പോവും പേർഷ്യക്ക്. വിമാനത്തില് മേളത്തിന് മേളിൽ കൂടി എത്ര വിമാനം പോവുക. പേടിയാവില്ലേ? എനിക്കൊരു പേടിയില്ല. അപ്പൊ വിമാനം അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. മേഘത്തിന്റെ മേളിൽ കൂടി പോകുമ്പോ നമുക്ക് സ്വർഗം കാണാം. നോണ. നിനക്ക് എന്തറിയാം?
എന്റെ അച്ഛൻ പറഞ്ഞല്ലോ വിമാനത്തിൽ നിന്ന് ഫോട്ടോ പിടിച്ചിട്ടുണ്ടെന്ന്. നീ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഓ, ശിവന്റെ അമ്പലത്തില്. അമ്പലത്തിലല്ല, ശരിക്ക്. ഓ, എന്താ ദൈവത്തിന്റെ തലയില്? ശരിക്ക് കണ്ടുവച്ചാ പറ. അത് ജഡ. അയ്യേ, നിനക്കറിയില്ല. നോണ. ദൈവത്തിന്റെ തലയില് കിരീടം, തിളങ്ങണ കിരീടം. ഞാൻ വെറുതെ പറഞ്ഞാട്ടോ, ദൈവത്തിനെ ആരും കാണില്ല. ഞാനും വെറുതെ പറഞ്ഞതാ. വിമാനത്തിൽ നിന്ന് സ്വർഗം കാണില്ല കേട്ടോ. ഞാൻ പോട്ടെ. അപ്പോ എന്താ? ഞായറാഴ്ച ഞങ്ങളുടെ പടിക്കല് കാവില് താലപ്പൊലിയുണ്ട്. അപ്പോ വരുവോ? രാത്രിയിലോ? പകല് പൂരണ്ട്. ആന, മരുന്ന് പണി, പൂതനന്തര എല്ലാം ഞങ്ങളുടെ പടിപ്പരയിൽ നിന്നാ ഒക്കെ കാണാം. ഓപ്പോളോട് ചോദിക്കട്ടെ കേട്ടോ. ഇനി ചങ്ങരൻകുട്ടി സെന്റ് മണപ്പിക്കുമ്പോ പറഞ്ഞു അത് കൂറമുട്ടായുടെ മണമാന്ന്. അപ്പൊ കാണാം അവന്റെ ഒരു പത്രാസ്. ഞാൻ പോണൂട്ടോ.